ഇത് വിശാൽ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇത് വിനയൻ, വിശാലിന്റെ മൂത്ത സഹോദരനാണ്. വിനയന്റെ 2 കാലുകളും സ്വാധീനമില്ലാത്തതിനാൽ നടക്കാൻ സാധിക്കില്ല. വീൽ ചെയർ ഉണ്ടെങ്കിലും അധിക നേരവും തറയിൽ ഇഴഞ്ഞു നീങ്ങാനാണ് വിനയന് ഇഷ്ടം. സ്വന്തം ജീവനെ പോലെയാണ് സഹോദരൻ വിശാലും ഭാര്യയും വിനയനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ടും ദുബായിലേക്ക് കൊണ്ടുവന്ന് സഹോദരനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോ നമുക്ക് തുടങ്ങില്ലേ? ഇത് വിനയനെ നോക്കാനായി നിൽക്കുന്ന മെയിൽ നേഴ്സ്. ഒത്തിരി വർഷങ്ങളായി ഇദ്ദേഹം തന്നെയാണ് വിനയന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഒരു കുടുംബത്തെ പോലെയാണ് ഇവർ ഇദ്ദേഹത്തെ കാണുന്നതും. ഗുളിക വല്ലതും കഴിച്ചോ? ഗുളിക കഴിച്ചു. അതെ, ഇന്ന് രാവിലെ ചോന്ന ഗുളിക കഴിച്ചു. ഇന്നലെ രാത്രി വെള്ള ഗുളിക കഴിച്ചു. വെരി ഗുഡ്. ഞാനില്ലെങ്കിലും സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. അതൊക്കെ കഴിക്കുന്നുണ്ട്. അങ്കിൾ എന്താ എപ്പ പറഞ്ഞു വൈറ്റ് ഗുളിക റെഡ് ഗുളിക എന്നൊക്കെ പറയണേ? ഗുളികയ്ക്ക് പേരില്ലേ? ഗുളികയുടെ പേരൊന്നും എനിക്ക് അറിയില്ല. അതെ, എനിക്ക് ഗുളികയുടെ നിറം കണ്ടാൽ അറിയാം എപ്പ കഴിക്കുന്നതാണ്. ഇപ്പൊ പുറത്ത് പോകുന്നുണ്ടോ? ഇപ്പൊ പുറത്ത് പോകുന്നുണ്ട്. 1-2 സാധനം വാങ്ങാനുണ്ട്. സാറിന് വല്ലതും വാങ്ങണോ? നിമ്മി, വിനേട്ട് കൊടുക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിയാറായി. അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും എടുത്ത്. അത് ഞാൻ എടുത്തു കൊടുത്തോളാം. പോയി കുളിച്ചിട്ട് വരൂ. അങ്കിൾ പോയി വരുമ്പോ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിയോ? അതെ, എനിക്കും വേണം ചോക്ലേറ്റ്. 2 പേർക്ക് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോ നമുക്ക് താഴെ ഇരിക്കില്ലേ? ഈ എയർപ്ലെയിൻ മെക്കാനിസം പഠിപ്പിച്ചോ? ഇതുമ്പോ ഞാൻ മെക്കാനിസം പഠിപ്പിച്ചില്ല. നീ വേണമെങ്കിലേ നിന്റെ കാറ് മേടിച്ചോട്ടെ. അയ്യടാ, എന്റെ എത്ര കാലാ അങ്കിൾ കേടാക്കിയത്? അത് പിന്നെ മെക്കാനിസം പഠിക്കുമ്പോ പേരായിട്ടൊക്കെ വരും. എന്റെ കാറ് കേടാക്കിയല്ലേ? ഇത് എനിക്ക് വേണം. ഇത് ഞാൻ തരില്ല. എനിക്ക് വേണം. ഞാൻ തരില്ല. ഇത് ഞാൻ തരില്ല. നീ നിന്റെ കാര്യം അല്ലെങ്കിൽ നീ നിന്റെ രാജോട് പറഞ്ഞില്ലേ പുതിയ പ്ലെയിൻ മേടിച്ചോളാൻ പറയും. ഞാൻ തരില്ല. ഇതെന്താ രണ്ടുപേരും കൂടെ ഇവിടെ പിടിവലി? ഇതെന്താ ഇവിടെ നടക്കുന്നത്? മമ്മി, ഈ അങ്കിൾ എനിക്ക് എയർപ്ലെയിൻ തന്നില്ല. ഇത് എന്റെ എയർപ്ലെയിനാ. ഇത് ഞങ്ങൾക്ക് തരില്ല. എന്റെ എല്ലാം കാറ് കേടാക്കിയത് അങ്കിള്. അതെ, ഞാൻ കേടാക്കിയതല്ല. മെക്കാനിസം പഠിപ്പിച്ചു കൊടുത്തപ്പോ കേടായില്ല. അറിയാത്ത പണിക്ക് പോണോ? എത്ര കളിക്കോപ്പുകൾ അവിടെ നാശായിരിക്കുന്നത്. മോൾക്ക് വേറെ പ്ലെയിൻ വാങ്ങിച്ചു തരാം കേട്ടോ. ഇവിടെ എന്നെ നോക്കിട്ട് കൊഞ്ഞനും കുത്തണോ? മോളു, ഒന്നും ചെയ്യരുത്. അങ്കിളും വയ്യാത്തതല്ലേ? നല്ല കുട്ടിയായിട്ട് ഇത് കളിക്കട്ടെ. കളിക്കൂ കേട്ടോ. നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. എന്ത് വേണം? ഇതേ ഇതിങ്ങനെ ഇങ്ങനെ പോണം. നോക്കിയേ. കളിച്ചോട്ടാ. നിമ്മി, അരുൺ ഫാമിലി എപ്പോഴാ വരാന്ന് പറഞ്ഞത്? അവര് സമയമൊന്നും പറഞ്ഞിട്ടില്ല. വൈകുന്നേരം ആവത്രേ. നമ്മുടെ അനുവിന്റെ ആംഗലേയും ഫാമിലി ഒക്കെ ഉണ്ടല്ലോ, അവര് രാവിലെ അവരുടെ വീട്ടിൽ വരുമത്രേ. മോളെ, അരുണെങ്കിലും ഫാമിലി വരുന്നുണ്ട്. ഇതൊന്നും വൃത്തികേടാക്കി വെക്കരുത് കേട്ടോ. അതെ, അവര് വരുമ്പോഴേ എനിക്ക് ഒരു പുതിയ ടോയ് കാർ വെച്ചിട്ടാ പറയും. എന്തിനാ അതൊക്കെ? നല്ലൊരു പ്ലെയിൻ ഇപ്പൊ കയ്യിലുണ്ടല്ലോ. ടോയ് ആണെങ്കിൽ അവിടെ ഇഷ്ടമാതിരി കിട്ടും. അതൊക്കെ മതിയില്ലേ? എവിടെ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന്. അവര് വരണായിട്ട് മുന്നേ പോയി വരാൻ നോക്കും. ഭയങ്കര ചൂട്. ശരി പിടിച്ചു. രസമായി. അല്ലേ? കണ്ണന്നല്ലേ പേര്? ഇവിടെ പോലെ കളിച്ച ഇവിടെ വാ. ഞാൻ കുട്ടിയെ വിളിച്ചോളെ. മമ്മി, ഞാൻ കളിക്കാൻ വിളിക്കട്ടെ? എന്താ അങ്കിളിന്റെ കൂടെ പോയി കളിച്ചോട്ടോ. ഇവിടെ നല്ല മാല. ഈ മാല എനിക്ക് തരുമോ?
മമ്മി ഞങ്ങളെന്നെ മാല ചോദിക്കണം. അങ്കിൾ ചുമ്മാ ചോദിക്കുന്നയാ. ഒരു അങ്കിളിന്റെ കൂടെ കളിച്ചോട്ടോ. ചേച്ചി ചേട്ടൻ എപ്പോഴാ വരിക? നിങ്ങൾ ഇത്ര നേരത്തെ വരുന്നു വിചാരിച്ചിട്ടില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോഴേക്കും ചേട്ടൻ 2-3 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയതല്ലേ, ഒരു ഓട്ടപ്രദർശനായിരുന്നു. ഇപ്പൊ നിങ്ങൾ തിരിച്ചെത്തി, അത്രേ ഉള്ളൂ. അതെ അറിയാ, നിങ്ങളുടെ പിടിക്കി ബാച്ചിന്റെ ഗെറ്റ് തുടങ്ങുന്നുണ്ടായിരുന്നോ? ഉഷാറായ? ഞാനും പോയിരുന്നു ഗെറ്റ് ടുഗദറിന്. എല്ലാരും ഹാപ്പി ആയിരുന്നു. അളിയാ പോയിട്ട് പണ്ടത്തെ പടക്കോഴികളൊക്കെ കണ്ടാ? പണ്ടത്തെ പെടക്കോഴികളെ കാണാൻ വേണ്ടിയാണല്ലോ കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് നാട്ടിൽ പോയത്. എന്നിട്ട് എന്തുണ്ടായി? പെടക്കോഴികളെ കണ്ടോ? ഒന്നും പറയണ്ട. ഈ PDCക്ക് പഠിക്കുന്ന കാലത്ത് എന്റെയും ഈ പറയുന്ന പെടക്കോഴികളുടെ ഒക്കെ പ്രായം എത്രയാ? 15, 16, ഏറി വന്ന ഒരു 17. ആഹാ, ഓർമ്മ വെച്ചിട്ടാവും അവരെ കാണാൻ പോയതല്ലേ? എന്റെ ചേച്ചി, അത് തന്നെയാണ് വാസ്തവം. പക്ഷെ ഇപ്പൊ നേരിട്ട് കണ്ടത് ഒരു അബദ്ധമായിരുന്നു. അതെന്ത് വെച്ചാ? ഒക്കെ കിളവികളായിന്നേ. പെടക്കോഴികൾ മാത്രല്ല, പൂവൻകോഴികളും കിളവന്മാരായിരുന്നു. എന്താ പറയുന്നത്? ഓരോരുത്തരുടെയും കോലം കാണണം. മിക്കവരുടെയും മുടി മുഴുവൻ നരച്ചു, ചിലരുടെ മുടി മുഴുവനും കഷണ്ടിയായി. കണ്ടാ തന്നെ ഒന്നിനെ തിരിച്ചറിയാണ്ടായി. ഓ, പറഞ്ഞു കേട്ടാത്തൊന്നും ഈ പറയുന്ന ആളുടെ മുടിയൊന്നും നരച്ചിട്ടില്ല, പൊഴിഞ്ഞിട്ടില്ലാന്ന്. മുഴുവൻ കറുത്ത പെയിന്റ് അടിച്ച് നടക്കുകയല്ലേ. ഈ മഴയത്തൊന്നും ഇറങ്ങി നടക്കണ്ട, കറുത്ത പെയിന്റ് അടിച്ചു പോകും. അതെ, ഇവിടെ നമ്മൾ ഉള്ളത് വൃത്തിയാക്കിക്കൊണ്ട് നടക്കും. അത് മേക്കപ്പിന്റെ കാര്യത്തിലായാലും വസ്ത്രത്തിന്റെ കാര്യത്തിലായാലും. അങ്ങനെ പറഞ്ഞു കൊടുക്കാളിയ. ഈ പറയുന്ന സാധനത്തിന് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാനേ സമയമില്ല. എന്നിട്ടാണ് എന്നെ പറയുന്നത്. അതെ, പെണ്ണുങ്ങളായ അല്പം സ്വല്പം മേക്കപ്പ് ഒക്കെ നല്ലതാ. ഒരു തെറ്റുമില്ല അതിലൊന്നും, അല്ലേ? അല്ല, നിങ്ങള് വൈകുന്നേരം വരുമെന്നാണല്ലോ പറഞ്ഞു. ഇരിക്കൂ. ഞങ്ങള് വൈകുന്നേരം വരാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഇവര് വീട്ടിൽ വന്ന് സംസാരിച്ചിരുന്നപ്പോ പറഞ്ഞു ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരാന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. വൈകുന്നേരത്തെ ഞാൻ ഉണ്ടോ? ഇതാരാ പൊട്ടിച്ച? ആര് പൊട്ടിച്ചാലും ഞാൻ പൊട്ടിക്കും നിങ്ങളെ, കേട്ടോ? ആ, ഇത് നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കണേ? അതെ, നിങ്ങൾ 3 പേരും കൂടെ ആ ബെഡ്റൂമിൽ വരുന്ന കളിക്കും. ഇങ്ങനെ ഒച്ചിരി ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടാവും. പോയി ബെഡ്റൂമിൽ വരുന്ന കളിക്കും. ആ, പിന്നെ കുട്ടികളുടെ കൂടെ ബഹളമില്ലാതെ പോയി കളിക്കും. ആ, ആ, വാ നമുക്ക് അവിടെ പോയി കളിക്കാം. വാ. വിനയനെ കണ്ടിട്ട് കൊറേ കാലമായി. ആളിനൊരു മാറ്റവും ഇല്ലല്ലേ? ആളെ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇതൊരു കുഴപ്പമില്ല. കുട്ടികളെ പോലെ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടക്കും. കണ്ടില്ലേ? ആളെ കൊണ്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആരുടെയെങ്കിലും കയ്യിൽ ഒരു ടോയ് കണ്ടു കഴിഞ്ഞാൽ അപ്പ ചോദിക്കും, അതിന്റെ മെക്കാനിസം ഞാൻ പഠിപ്പിച്ചു തരട്ടെ. അല്ലാതെ ഒരു പ്രശ്നം ആളെ കൊണ്ടില്ല. അതിന് ആൾക്ക് അതിന്റെ മെക്കാനിസം അറിയോ? ആൾക്ക് ഇതിന്റെ മെക്കാനിസം ഒന്നും അറിയില്ല. ആള് ടോയ് 4 കഷ്ണമാക്കി വെച്ചിട്ട് പറയും എനിക്കിത് എങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. മോളുടെ ടോയ് എല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതെ, ഇതിന്റെ ചിറക് കണ്ടോ? ഇത് ചിറക്, ഇത് ചിറക്, ബാക്കിൽ 2 ചിറക്. അതിങ്ങനെ ഇങ്ങനെ 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 ആകാശത്തോടെ ഇങ്ങനെ പറക്കും. മോൾക്ക് വാങ്ങി വെച്ചിട്ടുള്ള എല്ലാ കളിക്കും നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മമ്മി എന്റെ കഴുത്തില് മാല കാണുന്നില്ല. അയ്യോ, മോന്റെ കഴുത്തിൽ മാല കാണുന്നില്ലാതെ. അതെവിടെയെങ്കിലും വീട് കിടപ്പുണ്ടാവും. നീ എന്ന് നോക്കിയാ എവിടെ മാല പോയേ? ഇവിടെ മോനാണോ? ഇവിടെയാണോ മോൻ ഇരുന്ന് കളിച്ചേ? പിന്നേട്ടാ, കൊച്ചിന്റെ മാല കണ്ടോ? സ്വർണ്ണമാലല്ലേ? അതെ. ഒരു കാക്ക കൊത്തിക്കൊണ്ട് ഓണം കണ്ടു. ഇയാൾക്ക് എന്ത് തമാശയാണോ? അതോ താൻ തന്നെയാണോ മാല എടുത്തേ? ഈ മാല ആർക്ക് വേണം? ഇത് സ്വർണ്ണമാലല്ലേ? അതിന് മെക്കാനിസം പഠിക്കാൻ ഒന്നുമില്ല. തന്റെ ഒരു മെക്കാനിസം. താനല്ലേ നേരത്തെ കൊച്ചിനോട് മാല ചോദിച്ചത്? കുട്ടിയുടെ മാല എങ്ങാനും കിട്ടിയിരിക്കുന്നുണ്ടല്ലോ, അന്നേരം അറിയാം എന്റെ സ്വഭാവം നിങ്ങൾക്ക്. എന്താ ഇവിടെ എന്തൊക്കെ നീ പറയുന്നത്? മാല ഇവിടെ എവിടെയെങ്കിലും കാണും. നീ സമാധാനത്തിൽ നോക്ക്. ഞാൻ ഇവിടെ എല്ലാം നോക്കിയതാ, എങ്ങും മാലയില്ല. വിനേട്ടാ, മോന്റെ കഴുത്തില് മാല കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എടുത്തിട്ടില്ല. മോള് കണ്ടോ ഈ കണ്ണന്റെ കഴുത്തിലെ മാല?
ആരെങ്കിലും ഊരെടുക്കുന്നത് കണ്ടോ? ഇല്ല, കണ്ടില്ല. പക്ഷെ അങ്ങോട്ട് ചോദിച്ചു ഈ മാലിന്യ മെക്കാനിസം പഠിക്കാനുണ്ടോന്ന്. കണ്ടോ ഇയാള് മെക്കാനിസം പഠിക്കാനുണ്ടെന്നും പറഞ്ഞോണ്ട് എന്റെ കൊച്ചിന്റെ കഴുത്തിലെ മാല ഊരിയെടുത്തതാ. അത് ഊരാൻ നോക്കിട്ട് കിട്ടിയില്ല. എന്റെ ദൈവമേ, എന്റെ കൊച്ചിന്റെ മാല. നിങ്ങളൊന്നും ഉണ്ടാതിരിക്കും. എല്ലാവരും ഒന്ന് പുറത്തു പോയി ഹാളിലേക്ക് പോയിരിക്കും. എല്ലാവരും ആ നിമ്മയും സുന്ദയും കൂടി ഒന്നുകൂടി ക്ലിയർ ആയി നോക്കും. എല്ലായിടത്തും കിട്ടും, കിട്ടാതിരിക്കില്ല. ആ അവിടെ ഒരു വിനയേട്ടൻ വന്നോളൂ. കുട്ടിയുടെ മാറി എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കൂട്ടാ. കഷ്ടമുണ്ട്. വിനയേട്ടന് ആരും ഒന്നും പറയില്ല. ഇല്ല, ഞാൻ കട്ടെടുത്തിട്ടില്ല. അതെ, ടെൻഷൻ വന്ന അപ്പ ആർക്ക് വിൽക്ക് വരും. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്താ ഇവിടെ ഒരു പ്രശംസ? എന്താ ഉണ്ടായി? അതെ, ആ കുട്ടിയുടെ മാല കാണാനില്ലാന്ന്. അപ്പൊ ഇവരെല്ലാരും കൂടി പറയാ ഞാൻ കട്ടെടുത്തു. വിനയൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നൊന്ന് തെരഞ്ഞു നോക്കൂ. ആരെങ്കിലും അവിടെ വല്ല റൂമിൽ അങ്ങനെ ഉണ്ടോ നോക്കൂ. ചേട്ടാ അതെ കേട്ടോ. മാല കിട്ടിയില്ല. ആ കട്ടലിന്റെ താഴെ വീണ് ഓ, ആശ്വാസായി. ആരെ കിട്ടിയല്ലോ. ഇതെങ്ങനെ കട്ടിന് താഴെ വീണ് വരുന്നത്? നോക്ക്, കൊടുത്തൂരി കിടക്കുന്നു. കണ്ണനെ കഴുത്തുനിന്ന് താഴെ വീണ് പോയി തന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കാര്യം അറിയാതെ നീ വിനയേട്ടനെ എന്തെല്ലാം പറഞ്ഞു? സോറി വിനയേട്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ കട്ടെടുത്തിട്ടില്ല. എന്നിട്ട് എല്ലാവരും കൂടി എന്നെ കള്ളനാക്കി. സാരമില്ല, അവര് അന്നേരത്തെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. വിനയേട്ടനോട് സോറി പാടി. സോറി അന്നേരത്തെ ടെൻഷനോട് പറഞ്ഞു. സോറി 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 സാറേ. മെക്കാനിസം പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വല്ല പുസ്തകങ്ങൾ കാണിക്കുക എന്നല്ലാതെ വിനയൻ ഇന്ന് വരെ ഒരാളുടെ മുതൽ മോഷിച്ചിട്ടില്ല. നോക്ക്, തെറ്റിദ്ധാരണയൊക്കെ ആവാം, പക്ഷെ സത്യം അറിയാതെ ആരെയും വിധിക്കരുത്. വിനയേട്ടാ, ഇന്ന് ഞാനൊരു പുതിയ ടോയ്ക്കാർ വലിയ കാർ വാങ്ങി കൊണ്ടുവരും. എനിക്കതിന്റെ മെക്കാനിസം പഠിപ്പിച്ചു തരണം കേട്ടോ. അല്ലേ